റിപ്പോർട്ടർ എക്സ്ക്ലൂസീവിലേക്ക്. BJP സംസ്ഥാന അധ്യക്ഷനെ സമവായത്തിലൂടെ തെരഞ്ഞെടുക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരമുണ്ടാകില്ല. ബൂത്ത് മുതൽ ദേശീയതലം വരെ അധ്യക്ഷന്മാരെ സമവായത്തിലൂടെ തെരഞ്ഞെടുക്കുമെന്നും MT രമേശ് പറഞ്ഞു. പാർട്ടിയിൽ ഗ്രൂപ്പ് ഇല്ലെന്നും MT രമേശ് വ്യക്തമാക്കി. മാത്രവുമല്ല, വി മുരളീധരൻ ഒരു മാതൃകാ നേതാവാണെന്നും MT രമേശ് പറഞ്ഞു. ആദ്യം ആ പ്രതികരണം കേട്ടു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കും അത്തരത്തിലൊരു സമവായമാണോ ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ മത്സരത്തിലേക്ക് പോകുകയായിരിക്കും? സമവായം മാത്രം. കാരണം BJPക്കകത്ത് സമവായ പ്രോസസ്സിലൂടെ അല്ലാതെ തെരഞ്ഞെടുപ്പിലൂടെ ഒരാളും പ്രസിഡന്റ് ആകാൻ വേണ്ടി പോകുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നു. അത് എനിക്ക് കൃഷ്ണദാസാണ് ഏറ്റവും ഒടുവിൽ അങ്ങനെ വന്നത്. PK കൃഷ്ണദാസും മത്സരത്തിലൂടെ പ്രസിഡന്റ് ആയാളല്ല. PK കൃഷ്ണദാസും സമവായത്തിലൂടെ ഒരു നോമിനേഷനേ ഉണ്ടായിരുന്നുള്ളൂ, കൃഷ്ണദാസിന് മാത്രം. അതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു 95 മറ്റുമാണ്, 95 അങ്ങനെ അവസാനമായിട്ട് അങ്ങനെ ഒരു കണ്ടസ്റ്റൊക്കെ നടന്നത് അതിനൊക്കെ മുമ്പാണ്. കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് BJP സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഈ ഒരു സമവായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും. പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരാരാകണം എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തങ്ങൾ ജില്ലകൾ വിഭജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും പാർട്ടി എത്തിയിട്ടില്ല. അതൊരു പ്രപ്പോസൽ മാത്രമാണ്. ജനസംഖ്യയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി റവന്യൂ യൂണിറ്റുകൾ വിഭജിക്കണമെന്നുള്ള പ്രപ്പോസലുണ്ട്. അതൊന്നും ഫൈനലായിട്ടില്ല. ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുക്കപ്പെടുന്നത് മണ്ഡലം പ്രസിഡന്റുമാരെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ സമവായവും ആ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റുമാരുടെ കാര്യത്തിലും ഇതേ സമവായ പ്രക്രിയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന ആളുകൾ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് ആ ജില്ലകളിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകന്മാരും ഒരുമിച്ച് കാണും. ഏതെങ്കിലും ഒരു വ്യക്തി പോയി കാണുകയില്ല. എല്ലാവരും ഒരുമിച്ചാണ്. 2-3 പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ആ ജില്ലയിൽ പോയി പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാവരെയും കണ്ട് സംസാരിച്ച് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരു വ്യക്തിയിലേക്ക് എത്തും. അയാൾ ജില്ലാ പ്രസിഡന്റ്. ഇത്തവണയും ഒരു സമവായ പ്രസിഡന്റ് ആയിരിക്കും ഉണ്ടാവുക. തീർച്ചയായും പാർട്ടി ബൂത്ത് തലം മുതൽ ദേശീയ അധ്യക്ഷന് വരെ സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്തുക എന്ന രീതിയാണ് ഈ പ്രാവശ്യം ഉണ്ടാകുക. VS സജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS സജിത്ത്, ഗുഡ് മോർണിംഗ്. VS സജിത്ത്, സമവായത്തിലൂടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തും, അതാണ് പാർട്ടിയുടെ രീതി എന്ന് പറയുന്നതിലൂടെ എന്തെങ്കിലും സൂചനകൾ നൽകുന്നുണ്ടോ MT രമേശ്? ഡോക്ടർ, BJPയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൂത്ത് തലം മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ ബൂത്ത് തലത്തിലുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നിലധികം ആളുകൾ മത്സര രംഗത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും വോട്ടെടുപ്പ് ഉണ്ടാവാറുണ്ട്. ഈ വോട്ടെടുപ്പ് ഉണ്ടായാൽ പോലും 2 പേർ മത്സരിക്കുമ്പോൾ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഈ 2 പേരെയും ചേർത്ത് നിർത്തി അഭിപ്രായങ്ങളെടുത്ത് ഈ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വോട്ടെടുപ്പ്. അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ പ്രസിഡന്റാക്കും. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് 2 പേരിൽ ഒരാളെ ജില്ലാ നേതൃത്വമോ മണ്ഡല നേതൃത്വമോ ഒക്കെ സംസാരിച്ച് സമവായത്തിലൂടെ എത്തിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സമവായ പ്രവർത്തനം തന്നെയായിരിക്കും സംസ്ഥാന തലത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ K സുരേന്ദ്രനാണ് സംസ്ഥാന അധ്യക്ഷൻ. ഒരു പക്ഷേ അദ്ദേഹത്തിന് തുടരാനുള്ളൊരു സാധ്യതയുണ്ട് എങ്കിൽ അതും സമവായത്തിലൂടെ പാർട്ടി ദേശീയ നേതൃത്വം എത്തിക്കുകയായിരിക്കും. 3 പേരുകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഒന്ന് MT രമേശ്, മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ, മറ്റൊന്ന് സുരേന്ദ്രൻ തുടരുമെന്നുള്ളതാണ്. ഇതിൽ ആരായാലും അതൊരു മത്സരത്തിലേക്ക് പോകില്ല എന്ന കാര്യം MT രമേശ് ഉറപ്പിച്ചു പറയുന്നു. മത്സരം ഉണ്ടാവില്ല, സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ കേൾക്കുന്നത് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ K സുരേന്ദ്രനുമായി ഒരുമിച്ച് നിൽക്കുന്നു. അവർ ഒരു സമവായത്തിലെത്തി, അല്ലെങ്കിൽ അവർ ഐക്യത്തിലെത്തി എന്ന് പറയുന്നു. വി മുരളീധരൻ ഈ K സുരേന്ദ്രൻ്റെ ടീമിൽ നിന്ന് അകലുന്നു, അല്ലെങ്കിൽ വി മുരളീധരനും K സുരേന്ദ്രനും എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഇപ്പോൾ MT രമേശിൻ്റെ ഭാഗത്തൊരു പ്രതികരണം വന്നിട്ടുണ്ട്. MT രമേശ് പറയുന്നത് വി മുരളീധരനുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. വി മുരളീധരൻ തൻ്റെ മാർഗദർശിയാണ്. പാർട്ടിയിൽ എല്ലാവർക്കും മാർഗദർശിയായിട്ടുള്ള ഒരു മുതിർന്ന നേതാവാണ് വി മുരളീധരൻ. ഒരുപാട് അവസരങ്ങൾ പാർട്ടിയിൽ നൽകിയിട്ടുണ്ട് തുടങ്ങി വി മുരളീധരനെ പുകഴ്ത്തുന്ന, വി മുരളീധരനുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഒരു സംസാരമാണ് ഇപ്പോൾ അല്പം മുമ്പ് നൽകിയ അഭിമുഖത്തിൽ MT രമേശ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നതും ഈ സമവായ സ്ഥാനാർത്ഥി വരുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുമൊക്കെ പലതരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ നിർണയത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു. VS സജിത്താണ് വിവരങ്ങൾ നൽകിയത്. സമവായത്തിലൂടെ BJP പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കമാണ് നടക്കുക എന്ന് പറയുന്നു.